മുഖത്ത് ചുളിവ് വന്ന് എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളെ കൈമലുണ്ട് അതിൻ്റെ മരുന്ന്. എന്തെന്നല്ലേ, ഒരു ക്രീമും അല്ലേ ഇത്, നമ്മളെ സാധാ ഭക്ഷണം കേട്ടാ. നമ്മൾ കഴിക്കുന്ന പൂളയില്ലേ, പൂള, കേങ്ങ്, പിന്നെ കപ്പ, എന്തെല്ലാം ഇതിന് പറയാന്ന് നമുക്ക് പറഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞേ ഇതിന് പല പല ആരോഗ്യ ഗുണങ്ങളുണ്ട്. പക്ഷേ നമുക്കതൊന്നും കാണാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. എന്നാൽ പിന്നെ ഇന്ന് നമ്മൾ പറഞ്ഞുതരാം. മുഖത്തെ ചുളിവ്, സൗന്ദര്യം, പ്രോട്ടീന് എല്ലാം ഈ കപ്പയിൽ നിന്ന് കിട്ടും. എന്നാൽ പിന്നെ വേഗം പോയിട്ട് കപ്പ ചെറുങ്ങനെ മുറിച്ചിട്ടോളി. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി എടുത്തോ. എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കൂലോ. അത് നമ്മൾ പറയണ്ടല്ലോ, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും പണ്ടേ ചെയ്തിട്ടുണ്ടാവില്ലേ. എന്നാൽ പിന്നെ നല്ലോണം ഊറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം പറഞ്ഞ്, കപ്പ മുങ്ങുന്നതിലും കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട്, ഉപ്പ് എല്ലായിടത്തും എത്തുന്ന തരത്തിലാക്കിയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എന്ത് പണിയെടുക്കണോ, നമ്മളെ കപ്പ നല്ലോണം വേപ്പിച്ചിങ്ങെടുക്കണം. വേപ്പിക്കെന്ന് വെച്ചാൽ എന്തെന്നാ നിങ്ങളോട് പറയണ്ടേ, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. നല്ലോണം പുഴുങ്ങി ഇങ്ങെടുക്കണം കേട്ടോ. അതായത് ഒരു 5 മിനിറ്റ് മതി, എന്നാൽ തന്നെ നല്ലോണം ബന്ധുക്കുണ്ടാവും. അത് നേരെ കൊണ്ടുപോയിട്ട് അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഊറ്റി ഇങ്ങെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ 1 മുറി തേങ്ങ, 5 ചെറിയുള്ളി, 3 പച്ചമുളക്, പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി കേട്ടാ, ഒരു 6 അല്ലി. ചെറുതാണെങ്കിൽ 6 അല്ലി, വലിയതാണെങ്കിൽ 3-4 അല്ലി മതി. പിന്നെ നമ്മൾ നേരെ അത് ചമ്മന്തിയാക്കി എടുക്കുക കേട്ടാ. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 3-4 സ്പൂൺ ഇട്ട് കേട്ടോ. 3-4-5 സ്പൂൺ ഇട്ട് അതിലേക്ക് നമ്മൾ കടുക് ഇടണം. കടുക് ഇട്ട് നല്ലോണം പൊട്ടിക്കണം കേട്ടോ. കടുക് നല്ലോണം പൊട്ടിക്കോട്ടെ. എത്രയാണ് കടുവിൻ്റെ അളവ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അത് നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപോലെ. അതായത് കുറേയൊന്നും ഭാര്യയിടണ്ട, ഒരു കുറച്ച് അളവ് നോക്കിയിട്ടിട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയ ചുവന്ന കായ്മുളക്. കായ്മുളക് നിങ്ങളെ നാട്ടിലെന്നാ പറയുക, കായ്മുളക് തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നമുക്കും അറിയാമല്ലോ ഇതിനെന്നാ പറയാന്ന്. പിന്നെ നമുക്ക് വേണ്ടിയ കരിയമ്പിൻ്റെ ചപ്പ, കറിവേപ്പില എന്ന് പറയില്ലേ, കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിങ്ങെടുക്കണം. ഇങ്ങനെ നല്ലോണം മൂത്ത് വന്നാൽ നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ചമ്മന്തി പോലെ പൊടിച്ച് വെച്ച തേങ്ങയില്ലേ, അതും ഇട്ട് നല്ലോണം മിക്സാക്കി ഇങ്ങെടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി എല്ലായിടത്തും എത്തുന്ന തരത്തിൽ മിക്സാക്കി ഇങ്ങെടുത്ത കേട്ടോ നിങ്ങൾ സാധനം. എന്നാൽ പിന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലേ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ, എന്നാൽ നമ്മളത് നേരെയാക്കിക്കോളാം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പണി എടുക്കാമെന്നാൽ നമ്മളെ പുഴുങ്ങി വെച്ച കപ്പ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ തൂങ്ങിച്ച് വെച്ച സാധനമില്ലേ, തൂങ്ങിച്ച് വെച്ച അതിലേക്ക്, എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് മറിച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ലോണം എല്ലായിടത്തും ആ ചമ്മന്തി എത്തിക്കോട്ടെ. നല്ലോണം കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുത്താൽ നമ്മൾ അടിപൊളി എന്ത് കപ്പ റെഡി. സംഭവം സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റുള്ള സാധനം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടിയും വെച്ചോളെ, എന്നാൽ അടിപൊളി ടേസ്റ്റ് കേട്ടാ. മത്തിക്കറിയും കൂട്ടി പിന്നെ തിന്നാൻ പറയണ്ട. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, അടിപൊളി, ഞാൻ ഗ്യാരണ്ടി, സൂപ്പർ സാധനം. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ, സി യു.